രണ്ടാമത്തെ മത്സരം വയനാട് ജില്ലയ്ക്കാണ്. വയനാട് ജില്ല കൂട്ടുകാർ റെഡിയാണോ? ചൈനയിലെ ഭാഷയാണ് മന്ദാരി. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ചൈനയിലെ ഭാഷ ഏതാണ്? ചൈനീസ് ആണ് ചൈനയിലെ ഭാഷ. എന്ത് പറയുന്നത് പാലക്കാട് ജില്ലക്കാർ? ചൈനീസിലെ വേറൊരു ഭാഷയാണ് മാൻഡാരിൻ ഭാഷ. അപ്പൊ ചൈനയിലെ ഭാഷ ഏതാണ് ആക്ച്വലി? ശരിയാണ്. മാൻഡാരിനാണ് ചൈനയിലെ ഭാഷ. എന്തല്ല? ചൈനീസ് അല്ല. ഇപ്പൊ പോയില്ല മാർക്ക്, സാരമില്ല. വയനാട് ജില്ലയ്ക്കുള്ള അടുത്ത ചോദ്യം. കരക്കാറ്റ് വീശുന്നത് പകലിലാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണ്. എന്താ കൊല്ലം ജില്ലക്കാർ പറയുന്നത്? ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? കരക്കാറ്റ് വീശുന്നത് രാത്രിയിലാണ്. കരക്കാറ്റ് വീശുന്നത് രാത്രിയിലാണ്. വയനാട് ജില്ല പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. 2 പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം തിരുവനന്തപുരം ജില്ലയ്ക്ക്. അശ്വിനുണ്ട് നമ്മളെ കൂടെ, സിത ആതിരയും ഉണ്ട് അല്ലെ? രണ്ടുപേരും ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. തെറ്റാണ്. എന്തായിരിക്കും ശരിയായ ഉത്തരം? ഇൻസുലിൻ അല്ല അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ചത്. എന്താണ്? പെൻസിലിനാ. ഉത്തരം ശരിയാണ്. തിരുവനന്തപുരം ജില്ല 2 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. മത്സരത്തിലേക്ക് പോയിന്റ് വാങ്ങിക്കൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ല പ്രവേശിക്കുകയാണ്. അടുത്ത ചോദ്യം ചോദിക്കാം. അവസാനം ഇന്ത്യ വിട്ടുപോയ വിദേശികളാണ് ഡച്ചുകാർ. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. പോർച്ചുഗീസുകാരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയത്. തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. വീണ്ടും അവർ 2 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ റൗണ്ടിൽ നിന്നും തിരുവനന്തപുരം ജില്ല 4 പോയിന്റോടെ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. അടുത്ത ചോദ്യം നമുക്ക് എറണാകുളം ജില്ലയോടാവാം. തകഴിയുടെ കയർ എന്ന നോവലിൽ ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എറണാകുളം ജില്ല പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. കയർ എന്ന നോവലിൽ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കുട്ടനാടിലെ കർഷകരുടെ പ്രശ്നങ്ങളും കർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കയർ എന്ന നോവലിൽ ആര് ചർച്ച ചെയ്യുന്നത്? തകഴി ചർച്ച ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന കൂട്ടുകാരും 2 പോയിന്റ് നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം. ഫോക്സ്പ്രോ എന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനം മൃഗമാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഉത്തരം തെറ്റാണ്. പറഞ്ഞ ഉത്തരം ശരിയാണ്. ഫോക്സ്പ്രോ എന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. എറണാകുളം ജില്ല 4 പോയിന്റോടെ മത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.